അല്ലപ്പോ ആര് മൂസേ എവിടുക്കട ചെയ്ത് നല്ല കുപ്പായ അടിച്ചു പൊളിച്ചു പോണ്? ഞാനേ ചമ്മാട് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്റെ അറിവിലെ ഒരു പാവപ്പെട്ട ഒരു കുടുംബമുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചാറ്റിന്റെ വല്ല ഉപകാരം കിട്ടുവെച്ചിട്ട് പോവാണ്. എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ഉപകാരം അവർക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ ചാറ്റിന്റെ ആരെങ്കിലും ഒന്ന് കാണാച്ചിട്ട് പോവുക. നോക്ക്, ഇത് ഇങ്ങനെ പരക്കം പായണ്ട. അതിനു വേണ്ടി അതിനൊക്കെ നല്ലൊരു സംഗതി നമ്മളെടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ താനൂര് ഓലപ്പീടിക അളാപ്പ പഠിക്കല് തണൽമരം ഫൗണ്ടേഷൻ എന്ന സുപ്രധാനമായ ഒരു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു ഓഫീസ് തന്നെ ഉണ്ട്. ഞാൻ ആ ഓർമ്മയിൽ പറ്റേ വിട്ടുപോയിക്കണേ. ചമ്മാട്ട് കോടാൻ നിൽക്കേന്. ഏതായാലും നിങ്ങൾ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം. പക്ഷെ അവിടെ പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചിരുന്നതും ഭിന്നശേഷിയായ കുട്ടികളെ കെട്ടിച്ചിരുന്നതും ഡ്രസ്സ് കാര്യങ്ങള് പൈസ ഗിറ്റൊക്കെ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ട്. ഏതായാലും ഞാനൊന്ന് അവിടെ പോയി നോക്കട്ടെ, ഒന്ന് അന്വേഷിച്ച് നോക്കല്ലേ നമുക്ക്. ഈ തണൽമരം ചാരിറ്റി ഫൗണ്ടേഷന്റെ ഇതിൽ നിങ്ങൾക്ക് മാസം മാസം എന്തെങ്കിലും കിട്ടാറുണ്ടോ? മാസം മാസം ഭക്ഷണ കിറ്റും പച്ചക്കറി കിറ്റും ഡ്രസ്സിന്റെ ബിറ്റൊക്കെ കിട്ടാറുണ്ട്. പിന്നെ വണ്ടി പൈസയും കിട്ടാറുണ്ട്. പിന്നെ ഡ്രസ്സിന്റെ ബിറ്റും അതും വേറെ കിട്ടാറുണ്ട്. മാസം മാസം നല്ല സഹായമാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇത് കൂടാതെ പാവങ്ങൾക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? നമ്മളെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്നെടുക്കുന്നുണ്ട്. അതേമാതിരി ഇതുപോലത്തെ 50ഓളം വിധവകൾക്ക് നമ്മുടെ 5 ലക്ഷം വെച്ച് എല്ലാ മാസം 3-ാം തീയതി കൊടുക്കുന്നത്. പിന്നെ 15 അനാഥ കുടുംബങ്ങൾക്കുള്ള വലിയ കിറ്റുകളാണിത്. അതിൽ 15 കുടുംബത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കിടപ്പിലായ രോഗികൾ അവർക്കുള്ള മരുന്ന് ഭക്ഷണ കിറ്റുകൾ, പിന്നെ ഈ കല്യാണ ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. 25,000-30,000 വരെ ഡ്രസ്സാണ്. അത് നമ്മൾ ഇങ്ങനെ ശേഖരിക്കുന്നുണ്ട്. അതേമാതിരി രോഗികളുടെ കൂട്ട് ഇതൊക്കെ നമ്മൾ കടയിൽ നിൽക്കുന്ന 6,000-8,000 റുപ്യ വരെ വരും. ഇവിടുന്ന് നമ്മൾ ഒന്നും വാങ്ങുന്നില്ല. ട്രസ്റ്റിലേക്ക് എന്തെങ്കിലും സഹായം പൊതുജനങ്ങളുടെ സഹായത്തോട് കൂടിയാണ് ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത്. ചെറിയൊരു സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ആളുകളത്തേക്ക് പോയിട്ട് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, അങ്ങനെ നടത്തിപ്പായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഭിന്നശേഷിക്കാരെ വിവാഹ സംഗമം നടത്താറുണ്ട്. അത് 5 സംഗമം 2023 നമ്മൾ തുടക്കം കുറിച്ചു. താനൂര് മൂലക്കൽ അർജൻ പ്രാവശ്യം ഓടിയിട്ടുണ്ട്. അന്ന് 120ഓളം വിവാഹങ്ങൾ സെറ്റായി. അതിന്റെ ശേഷം ഞങ്ങൾ എറണാകുളത്ത് തമ്മനത്തെ ചേർത്ത്, തൃശ്ശൂർ ചേർത്തി, പിന്നെ തിരൂർ പൂയിക്കുന്നത്ത് എത്തി, തിരൂർ കൈരളിയോട് ചേർത്തി. അങ്ങനെ 5 സംഗമത്തിൽ 200 ഇന്നലെ അടക്കം ഒരു വിവാഹം ആലുവയിൽ ചേർന്നു. 205 വധുവരന്മാരുടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞങ്ങൾ ഈ സംഗമത്തിലൂടെ. ഇപ്പൊ 2026 നമ്മൾ ഈ എളാപ്പൂരിൽ വെച്ചിട്ട് വലിയൊരു പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത് 6ാം ഭിന്നശേഷി മഹാസംഗമം. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇവിടെ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന വീൽചെയർ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുമാതിരി ഈ കാഴ്ചയില്ലാത്തവരെ അവരൊക്കെ ടൂർ കൊണ്ട് കാപ്പാട് ബീച്ചിലേക്ക് കൊണ്ടുപോയി അവർക്ക് സന്തോഷം. അതായത് ഭിന്നശേഷി മക്കൾ, കാരണം അവർ 4 ചുമരിൽ ഒതുക്കുന്ന മക്കളാണ്. അവർക്ക് ഒരു സന്തോഷം കിട്ടുന്നത് വെച്ചാൽ പുറത്തു കൊണ്ടുപോയി അവർ നമ്മുടെ വീട്ടിൽ ഭിന്നശേഷി ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ അതിന്റെ വേദന അറിയുന്നത് എന്താണെന്നുള്ളത്. അവരെ നമ്മൾ ടൂർ കൊണ്ടുപോയി ഒരു ദിവസത്തെ കൊണ്ട് ടൂർ കൊണ്ടുപോയിട്ട് അവർക്ക് എല്ലാ സന്തോഷം. പാവപ്പെട്ടവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തണൽമരം ചാരിറ്റി ഫൗണ്ടേഷൻ ഇവരുടെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. ഇവരുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഓലപ്പീടിക എളാപ്പപ്പീടിക എന്ന സ്ഥലത്താണ്.